SFI നേതാവ് ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാനുള്ള ദില്ലി പോലീസ് നീക്കത്തിന് വീണ്ടും തിരിച്ചടി. ഐഷിക്കെതിരായ ജാമ്യമില്ലാ വാറന്റ് പട്യാല ഹൌസ് കോടതി റദ്ദാക്കി. കേസ് നവംബർ 22-ന് വീണ്ടും പരിഗണിക്കും. കോടതി വിധിയിൽ സന്തോഷം അറിയിച്ച ഐഷി ഘോഷ് പോരാട്ടം തുടരുമെന്ന് പ്രതികരിച്ചു. ദില്ലി പോലീസിന് കനത്ത തിരിച്ചടിയാണ് പട്യാല ഹൌസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ്. ദില്ലിയിലെ ബംഗ്ലാ ഭവൻ മാർച്ചുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് ഐഷിക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് പുറപ്പെടുവിച്ചത്. ഇന്നലെ വാറന്റ് സ്റ്റേ ചെയ്ത കോടതി ഐഷി നേരിട്ട് ഹാജരായതോടെ വാറന്റ് പൂർണ്ണമായും റദ്ദാക്കി. നേരത്തെ സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിന് കോടതി 1000 രൂപ പിഴ ചുമത്തി. ജാമ്യമില്ലാ വാറന്റ് റദ്ദാക്കുന്നതിൽ ദില്ലി പോലീസ് കോടതിയിൽ എതിർപ്പൊന്നും ഉന്നയിച്ചില്ല. ഐഷിയെ ഈ നോൺ ബെയിലബിൾ വാറന്റിന്റെ പേരിൽ വേട്ടയാടാൻ വേണ്ടി, രാഷ്ട്രീയമായി വേട്ടയാടാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. നമ്മൾ സഹകരിക്കാതിരിക്കില്ല എന്ന് ഒരിക്കലും നമ്മൾ പറഞ്ഞില്ല. നേരത്തെയും ഈ കേസിനകത്ത് ഐഷി ഹാജരായിക്കൊണ്ടിരുന്നതാണ്. നവംബർ 21-ന് ഈ ആർഗ്യുമെന്റിന് വേണ്ടിയിട്ട്, ചാർജിന് മേലുള്ള ആർഗ്യുമെന്റിന് വേണ്ടി കേസ് കോടതി വീണ്ടും പരിഗണിക്കും. 2021-ലെ മാർച്ചുമായി ബന്ധപ്പെട്ട CCTV ദൃശ്യങ്ങൾ പോലീസ് ഐഷിക്ക് കൈമാറി. This case is not related to the NEET paper leak thing. It's a very old case. It has been going for a long time. So the concern is the Delhi police themselves are not following law and order inside this country. കേരള സർക്കാർ സമരക്കാർക്കെതിരെ കേസുകൾ പിൻവലിക്കാൻ വൈകുന്നത് അപമാനകരമെന്ന് ഐഷി റിപ്പോർട്ടറിനോട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഐഷിയെ CPM ദേശീയ ആസ്ഥാനമായ AKG ഭവനിൽ കയറി അറസ്റ്റ് ചെയ്യാൻ പോലീസ് ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. റിപ്പോർട്ടർ ദില്ലി.